നമസ്കാരം. ഇന്നത്തെ പത്രവാർത്തകൾ നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വരാൻ പോകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിലെ കൊടുങ്ങായൂരിലാണ് നിലവിൽ വരുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രിയാണ് കെ സ്റ്റാലിൻ. തമിഴ്നാട് ഗവർണറാണ് എൻ രവി. ദലൈലാമാസ് സീക്രട്ട് ടു ഹാപ്പിനെസ് എന്ന പുസ്തകം എഴുതിയത് ഡോക്ടർ ദിനേശ് ശർമ്മ. അടുത്തിടെ ബ്രിക്സിൽ പങ്കാളിത്ത രാജ്യമായി ചേർന്ന രാജ്യമാണ് വിയറ്റ്നാം. ബ്രിക്സ് ബി ബ്രസീൽ, ആർ റഷ്യ, ഐ ഇന്ത്യ, സി ചൈന, എസ് സൗത്ത് ആഫ്രിക്ക. 2009 ബ്രിക്സ് നിലവിൽ വരുന്നത്. റഷ്യയിലാണ് ആദ്യ സമ്മേളനം നടക്കുന്നത്. 15ാമത് ബ്രിക്സ് ഉച്ചകോടി 2023 നടന്നത് സൗത്ത് ആഫ്രിക്ക. 16ാമത് ബ്രിക്സ് ഉച്ചകോടി 2024 കസാൻ, റഷ്യ. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് റിയോ ഡി ജനീറോ, ബ്രസീൽ. ഗാസയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഭക്ഷണവും മറ്റുമായി പോയ പ്രശസ്ത കാലാവസ്ഥാ പ്രവർത്തകയാണ് ഗ്രേറ്റ തുൻബർഗ്. ഇറ്റാലിയൻ തുറമുഖത്തു നിന്നുമാണ് യാത്ര തിരിച്ചത്. യാത്ര നടത്തിയ കപ്പലിന്റെ പേരാണ് മഡ്ലീൻ. ഗാസയിലെ ആദ്യത്തെ മീൻപിടുത്തക്കാരി എന്നറിയപ്പെടുന്ന മഡ്ലീൻ കുലാബിന്റെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്ന കപ്പലാണ് മഡ്ലീൻ. കേരളത്തിൽ വാട്ടർ മ്യൂസിയം നിലവിൽ വരാൻ പോകുന്നത് വെള്ളയമ്പലം, തിരുവനന്തപുരം. കൊച്ചി രാജാവ് ചൊവ്വരയിൽ ആരംഭിച്ച കുടിവെള്ള വിതരണം മുതൽ വാട്ടർ അതോറിറ്റിയുടെ 110 വർഷത്തെ ചരിത്രം ഇതിൽ ഉൾപ്പെടുത്തും. ഭർത്താവിന്റെ സ്വകാര്യ സ്വത്തല്ല ഭാര്യ എന്ന് വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. പ്രഥമ അണ്ടർ 18 സംസ്ഥാന കബഡി ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ ചാമ്പ്യന്മാരായത് പാലക്കാട്. വേദി കോട്ടയം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ എത്രാം വാർഷികമാണ് 2025 ജൂൺ 25-ന്? 50ാം വാർഷികം. 1975 ജൂൺ 25 മുതൽ 1977 മാർച്ച് 21 വരെയായിരുന്നു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ആർട്ടിക്കിൾ 352 പ്രകാരമാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം മലയാളത്തിൽ നിന്ന് അർഹനായത് അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്.